സ്വപ്നക്കൂട് ഭാഗം 2. ഇന്നത്തെ എക്സാം എളുപ്പമായിരുന്നമ്മേ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഇതെല്ലാ തവണത്തെയും പോലെ അല്ല. വൈശാഖത്ത് പറയുമ്പോൾ അച്ഛൻ്റെ മുഖത്ത് ഒരു പുച്ഛം നിറഞ്ഞ ചിരിയായിരുന്നു. അയാൾ അടുക്കളയിൽ നിന്ന് പിൻവാങ്ങി. ഉള്ളതാണോ മോനെ? ഇത്തവണയെങ്കിലും നീ എവിടെയെങ്കിലും കയറി പറ്റുമോ? എത്ര നാളായി നീ നടപ്പ് തുടങ്ങിയിട്ട്? അമ്മയുടെ മുഖത്ത് നോക്കി ഒരു മറുപടി കൊടുക്കുവാൻ വൈശാഖിന് കഴിഞ്ഞിരുന്നില്ല. ഒരു കഷ്ണം മീനും കൂടി താമേ, എന്നെ ഒരു രുചിയാണ്. അവൻ അമ്മയോട് പറഞ്ഞു. നിന്നോട് ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരവാണോടാ ഇത്? ബാക്കിയുള്ളവരോട് സകല ദൈവത്തെയും വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അവർ അവനോട് ദേഷ്യപ്പെട്ടു. എൻ്റെ അമ്മേ, ഈ ജോലി എന്ന് പറയുന്നതൊക്കെ ഒരു തലവരെയാണ്. എനിക്കൊന്നും ആ വരെയുള്ള ലക്ഷണമില്ല. മീൻചാറി തൊട്ട് നക്കിക്കൊണ്ട് അവൻ നിസ്സാര മട്ടിൽ പറഞ്ഞു. നാളെ നീ ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോയി നീരാഞ്ജനം കഴിപ്പിക്കണം. എള്ളുതിരിയും മുടങ്ങാതെ കത്തിക്ക്. തടസ്സമെല്ലാം വേഗം മാറും. സുമിത്ര മകനോട് പോംവഴി പറഞ്ഞു കൊടുക്കുകയാണ്. എന്തോ വല്ലതും പറഞ്ഞു എൻ്റെ അമ്മ? എള്ളുതിരി നീലാഞ്ജനം ശാസ്താവിന്, പിൻവിളക്ക് പാശുപത മന്ത്രാർച്ചന മഹാദേവന്, ഉണ്ണിക്കണ്ണന് തൃക്കൈവെണ്ണ നിവേദ്യം, സരസ്വതിക്ക് താമരമുട്ടുമാല. ഇങ്ങനെ എത്രമാത്രം വഴിപാടായിരുന്നു. മതിയായില്ലേ സുമിത്രേ? അവർക്ക് കൈക്കൂലി കൊടുത്തു കൊടുത്ത് ഞാൻ മടുത്തു. അവൻ ഊണ് കഴിച്ചുകൊണ്ട് എഴുന്നേറ്റു. അമ്മേ, എനിക്കിതിലൊന്നും വിശ്വാസമില്ലമ്മേ. ഒക്കെ ഞാൻ നിർത്തി. ഇനി കിട്ടുമ്പോൾ കിട്ടട്ടെ. വെറുതെ ആ പാവം ഈശ്വരന്മാർ കൂടി സമാധാനം കൊടുക്കാതെ. കൈ കഴുകി തുടച്ചുകൊണ്ട് വൈശാഖൻ സ്വീകരണ മുറിയിലേക്ക് പ്രവേശിച്ചു. നാരായണൻ ഉഷാറായിട്ട് ഒരു നാടൻ പാട്ടൊക്കെ കിടന്ന് പാടുന്നുണ്ട്. അമ്മാവാ, ഒരു പ്രത്യേക ഈണത്തിൽ വിളിച്ചുകൊണ്ട് വൈശാഖൻ അമ്മാവൻ്റെ മുറിയിലേക്ക് കയറി ചെന്നു. എൻ്റെ അമ്മാവ, എന്താ ഒരു ശ്രുതി, ആ ഭാവം! ഓ, സമ്മതിച്ചു കേട്ടോ. അമ്മാവ് സംഗീതം പഠിച്ചിട്ടുണ്ടോ? സത്യം പറയൂ. വൈശാഖൻ അമ്മാവൻ്റെ അടുത്തേക്ക് ചെന്നു. ഈ ഏട്ടനിത് എന്തിൻ്റെ കേടാ? ഇനിയിപ്പോൾ അമ്മാവൻ ജോറാകും, ഇല്ലെങ്കിൽ കണ്ടോ. വീണമോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് ഉണ്ണിമോളെ നോക്കി. ഹാവൂ, എൻ്റെ വൈശാഖം വന്നോ? എങ്ങനെയുണ്ടായിരുന്നു മോനെ പരീക്ഷ? നാരായണൻ പതിയെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. കിടന്നോ, എഴുന്നേക്കണ്ട അമ്മാവ. അവൻ നാരായണനെ പിടിച്ച് കട്ടിലിരുത്തി. ഇല്ലെങ്കിൽ പണി പാളൂന്ന് അവൻ അറിയായിരുന്നു. ഓ, വലിയ കാര്യമൊന്നും ഇല്ല എൻ്റെ അമ്മാവ. ഒരു ഭാഗ്യമില്ലാത്തവനാണ് ഞാൻ. വൈശാഖൻ അമ്മാവൻ്റെ അടുത്ത് കിടക്കുന്ന കസേരയിൽ വന്നിരുന്നു. അങ്ങനൊന്നും പറയണ്ട എൻ്റെ കുട്ട. നിന്റെ സമയം തെളിയുന്നത് എപ്പോഴാണെന്ന് നിനക്കറിയാമോ? നാരായണൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിന്റെ കല്യാണം കഴിയണം വൈശാഖ. കൃഷ്ണൻ കണിയാനേ, നിന്റെ ജാതകം വായിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അയാളെന്തോ വലിയ കാര്യം പറഞ്ഞതുപോലെ ഇരിക്കുവാണ്. ആട്ടെ, കണിയാൻ എന്താ പറഞ്ഞത്? അത് മോനെ, ഒരു മഹാലക്ഷ്മി നിന്റെ ഭാര്യയായി വരും. അവൾ വരുന്നതോടെ നിന്റെ രാജയോഗം തെളിയും. നിനക്ക് വീടും നിലവും വണ്ടിയും എല്ലാം ആകും. എൻ്റെ അമ്മാവ, ഞാൻ നമിച്ചു കേട്ടോ. അവൻ ചിരിച്ചു. നല്ല ചെത്തുകള്ളിൻ്റെ മണം അമ്മാവനിൽ നിന്ന് ഒഴുകിയെത്തി ആ മുറിയിലാകമാനം നിറഞ്ഞിരിക്കുകയാണ്. അമ്മാവനെന്നാ കിടന്നു, നമുക്ക് നാളെ കാലത്തെ കാണാം. വൈശാഖൻ അതും പറഞ്ഞ് എഴുന്നേറ്റു. അല്ലെങ്കിൽ ഇനി കണിയാനെ പിടിച്ചുകൊണ്ട് അമ്മാവൻ തുടങ്ങുന്നവൻ മനസ്സിലാക്കി. ഓ, എനിക്ക് ഉറക്കം വരത്തില്ലടാ, നീ ഇരിക്ക്. അമ്മാവൻ അവനെ നോക്കി. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് വൈശാഖൻ അറിയാം. പക്ഷെ ഇവിടെ നിന്നും എസ്കേപ്പ് ആകണമല്ലോ. അവൻ ചിന്തിച്ചു. അമ്മാവ, നാളെ കാലത്തെ കാണാം. ഞാനിന്ന് ആകെ വലഞ്ഞു. അമ്മാവൻ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ കാണുമല്ലോ. നമുക്ക് അടിച്ചു പൊളിക്കാന്നേ. ശരി, എങ്കിൽ നീ പോയി കിടന്നു, നാളെ കാണാം. അതും പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും കട്ടിലേക്ക് ചെരിഞ്ഞു. എന്തിനാണമ്മേ അമ്മാവൻ ഇത്തവണ പിണങ്ങി വന്നത്? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനേ അടുക്കളയിലേക്ക് വന്നതായിരുന്നവൻ. മാളു എന്നെ വിളിച്ചായിരുന്നു. അച്ഛൻ ഇവിടെ വന്നോ എന്ന് ചോദിച്ചു. ആ കുട്ടി പറഞ്ഞതേ ദേവകി ഊണെടുത്തു കൊടുക്കാൻ വൈകിയതാണെന്ന്. സുമിത്ര അടുക്കളയുടെ വാതിലടിച്ച് ബോൾട്ടിട്ടു. അമ്മാവൻ്റെ ഓരോ ലീലാവിലാസങ്ങളെ. വൈശാഖൻ ചിരിച്ചുകൊണ്ട് അവൻ്റെ റൂമിലേക്ക് പോയി. വൈശാഖൻ കട്ടിൽ വെറുതെ കിടക്കുകയാണ്. ഇത്തവണയും ഒരു ജോലി ആയിട്ടില്ലല്ലോ ദൈവമേ. എന്തൊക്കെ പ്രതീക്ഷയോടെ പോയതാ. പാവം അച്ഛൻ. അമ്മയാണെങ്കിലും ഒരുപാട് പ്രാർത്ഥിച്ചു. അവനിലാകെ നിരാശ.
എന്നും ഇങ്ങനെ കയ്യിൽ നിന്ന് വണ്ടിക്കൂലി മേടിച്ചുകൊണ്ട് പോകുന്ന ഏർപ്പാട് ഇനി നിർത്തണം. സ്വന്തമായി വരുമാനമില്ലാത്തൊരു ചെറുപ്പക്കാരൻ്റെ വേദന അത് അനുഭവിച്ചവർക്കേ മനസ്സിലാകൂ. എൻ്റെ മോൻ MSc മാത്സ്, അതും ഹൈ ഡിസ്റ്റിങ്ഷന് പാസ്സായി. അതുകൊണ്ടേ വെറുതെ തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ടില്ല. രാത്രിയിൽ ഭർത്താവിനോട് തർക്കിച്ചുകൊണ്ട് സുമിത്ര പറഞ്ഞു, ഓ വലിയ കാര്യമായിപ്പോയി. അതും തലയിൽ വെച്ച് നടക്കടി നീ എന്നിട്ട് മോനും കൂടി. ശേഖരൻ പല്ലിറുമി. ബാക്കിയുള്ളവൻ ചാകാറായി. അവളുടെ വക്കാലത്തൂടെ കേൾക്കുമ്പോൾ എനിക്കങ്ങോട്ട് ചൊറിഞ്ഞു വരുന്നുണ്ട്. അയാൾക്ക് ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ ഈശ്വര, പ്രാർത്ഥിച്ച് ഞാൻ മടുത്തു. ഇനി ഏത് ദൈവത്തെ വിളിക്കും ഞാൻ? നിന്റെ പ്രാർത്ഥന കൂടിപ്പോയതടി പ്രശ്നം. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കണം. ദേ മനുഷ്യ, പറയുന്നതിനൊരു അർത്ഥമുണ്ട് കേട്ടോ. ഞാൻ എന്ത് ചെയ്തു നിങ്ങൾ പറയുന്നത്? ആരടങ്ങി ഒതുങ്ങി കഴിയാത്തത്? അവരുടെ നെടുവീർപ്പുയർന്നു. ഇനി അതേ പിടിച്ച് തൂങ്ങണ്ട, നീ കിടന്നുറങ്ങാൻ നോക്ക്. നിങ്ങളങ്ങ് ഉറങ്ങിക്കോ. ബാക്കിയുള്ളവർക്ക് കിടക്കുമ്പോഴും ഇത്തിരി സമാധാനം തരില്ല. എല്ലാം എൻ്റെ വിധിയാണല്ലോ ഭഗവാനെ. സുമിത്രയുടെ തേങ്ങൽ കേട്ടതും ശേഖരൻ്റെ നെഞ്ചു പിടഞ്ഞു. എടി, ഞാൻ എൻ്റെ ദണ്ണം കൊണ്ട് പറഞ്ഞതാ. 2 പെൺമക്കൾ വളർന്നു വരുമല്ലേ. എൻ്റെ എല്ലാ പ്രതീക്ഷയും അവനിലാടി. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. സുമിത്രയുടെ തേങ്ങൽ കൂടി വന്നു. ഇതാപ്പോൾ നന്നായി. എടി, നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും കേട്ടോ. അയാൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. സുമിത്രേ, എടി, നീ പിണങ്ങിയോടി? അയാളുടെ ശബ്ദം ആർദ്രമായി. സുമിത്രയും കണ്ണുകൾ ഒപ്പിക്കൊണ്ട് എഴുന്നേറ്റ് അയാളുടെ ഇടത് തോളിലേക്ക് ചാരിയിരുന്നു. എൻ്റെ ശേഖരേട്ടൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എനിക്കൊക്കെ മനസ്സിലാവും. ഞാൻ എന്ത് ചെയ്യാനാണ് ഏട്ടാ? അവനൊരു കരയ്ക്കെത്താതെ. സുമിത്ര അയാളുടെ കരം ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, അതൊക്കെ ശരിയാകും. അവൻ എവിടെയെങ്കിലും നല്ലൊരു ജോലി കിട്ടും. അതുവരെ ഇങ്ങനെയൊക്കെ പോട്ടെ. ശേഖരേട്ടൻ മടുത്തല്ലേ? അത് ചോദിച്ചതും വീണ്ടും സുമിത്രയുടെ മിഴികളിൽ നിന്നും ഈറൻമഴ പെയ്തു. ഏയ്, അങ്ങനെ മടുപ്പൊന്നും ഇല്ലടി. അവൻ്റെ ഈ പോക്കും വരവും കാരണം ഞാൻ ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോയതാ. നീ അതൊക്കെ വിട്ടുകള. എനിക്ക് വിഷമമില്ലെന്നാണോ ഏട്ടൻ പറയുന്നത്? വീണുമോള് പെട്ടെന്നാണ് വലുതാവുന്നത്. ഒക്കെ കാണുമ്പോഴൊരാദ്യാ. ആ, എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. നീ ഇപ്പം കിടക്ക്. നേരെ ഒരുപാടായി. പരാതിയും പരിഭവവും ഒക്കെ പറഞ്ഞും തീർത്തും അവർ രണ്ടാളും എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു. വൈശാഖേട്ടാ, ഏട്ടാ, വല്ലേട്ട എഴുന്നേക്കുന്നില്ലേ? വീണമോൾ ഏട്ടനെ പിടിച്ചു കുലുക്കി. ഇത്തിരി കൂടി ഉറക്കം പോയില്ലടി. അയ്യേ, ഈ ഏട്ടൻ്റെ ഒരു കൊഞ്ചൽ കണ്ടില്ലേ? ഇങ്ങോട്ട് എഴുന്നേക്കേട്ടാ. അവൾ അവൻ്റെ പുറത്തിനിട്ട് ഒരു കൊട്ടു കൊടുത്തു. എന്താടി നിനക്ക്? മനുഷ്യന് സമാധാനമായിട്ട് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. അവൻ ഉറക്കച്ചടവോടെ എഴുന്നേറ്റു. ഏട്ടാ, ഞാൻ പറഞ്ഞ സാധനം മേടിച്ചോ? അവൾ അവൻ്റെ ബാഗ് എവിടെയാണെന്നൊക്കെ തിരഞ്ഞു. ഓ പിന്നെ, പരീക്ഷയും പാടായിട്ട് വിഷമിച്ചു വരുമ്പോഴാണ് അവളുടെ ഓരോരോ. വൈശാഖൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ട് വാഷ്റൂമിലേക്ക് പോയി. അപ്പോഴേക്കും ഉണ്ണിമോളും അവിടേക്ക് കയറി വന്നു. ഏട്ടൻ കൊണ്ടുവന്നില്ലേ? ഇല്ലെന്നാ പറഞ്ഞേ. ആ ബെസ്റ്റ്. ഈ സമയം കൊണ്ട് വീണയും ഉണ്ണിമോളും കൂടി അവിടെ മാകെ നിരീക്ഷണം നടത്തി. എടി, ഞാൻ നാളെ ടൗണിൽ പോകുന്നുണ്ട്, അപ്പോൾ മേടിക്കാം. വെറുതെ തപ്പണ്ട. അതും പറഞ്ഞുകൊണ്ടവൻ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. പിറകെ വീണയും ഉണ്ണിമോളും കൂടി. അമ്മേ, കട്ടൻ പ്ലീസ്. പത്രവും എടുത്ത് വായിച്ചുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു. സുമിത്ര മകനുള്ള കട്ടൻ കാപ്പി കൊടുത്തിട്ട് ഒരു വെട്ടുരുവയുമായിട്ട് മുറ്റത്തേക്കിറങ്ങി. അവൻ കാപ്പിയെടുത്ത് ചുണ്ടോടടുപ്പിച്ചു. ശേഖരനാണെങ്കിൽ കപ്പ പറിക്കാനായി മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അത്യാവശ്യം നല്ലൊരു ചൂട് നോക്കി അയാൾ പറിക്കുകയാണ്. നല്ല വിളവാണല്ലേടി, ഇതാ നോക്കിയേ. ശേഖരൻ സുമിത്രയെ നോക്കി. അത് പിന്നെ അങ്ങനല്ലേ വരൂ. ശേഖരേട്ടൻ നട്ടാൽ എന്താ കഴിക്കാത്തത്? അവർ ഭർത്താവിനെ അഭിനന്ദിച്ചു. ഒരു 10 കിലോ മിച്ചമെങ്കിലും കാണും. അതെ അതെ, അളിയോ കൊള്ളാലോ. നാരായണൻ മുറ്റത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കപ്പയുമായിട്ട് കയറി വരുന്ന ശേഖരനെയാണ് കണ്ടത്. വരാല് കറിയും കപ്പയും കൂടി കഴിക്കണമെന്ന് വീണമോൾക്കൊരാഗ്രഹം. എങ്കിൽ പിന്നെ അതങ്ങ് നടത്തിക്കളയാന്ന് ഇവളും പറഞ്ഞു. ശേഖരൻ ചിരിച്ചു. നന്നായി അളിയാ, എന്തായാലും തരക്കേടില്ല. നാരായണൻ കുറച്ച് ഉമ്മിക്കരിയും കുരുമുളക് പൊടിയും ഉപ്പുപൊടിയും കൂട്ടി യോജിപ്പിച്ച് നിൽക്കുകയാണ്.
നല്ല പുട്ടുപോലെ വേവുന്ന കപ്പയാണല്ലോടി. നാരായണൻ പെങ്ങളെ നോക്കി പറഞ്ഞുകൊണ്ട് കപ്പയും മീൻകറിയും കഴിക്കുകയാണ്. പിള്ളേരെന്തിയേ? ശേഖരനകത്തേക്ക് നോക്കി. അവർ 3 പേരും അടുക്കളയിലിരുന്ന് കഴിക്കുന്നുണ്ട്. അതും പറഞ്ഞ് സുമിത്ര അടുക്കളയിലേക്ക് പോയി. അമ്മേ, ഇന്നലത്തെ കഞ്ഞി ഇരിപ്പുണ്ടോ? വീണ സുമിത്രയെ നോക്കി. യു മീൻ പഴയകഞ്ഞി? വൈശാഖൻ വീണയോട് ചോദിച്ചു. അല്ല, ബിരിയാണി. വീണയ്ക്ക് ദേഷ്യം വന്നു. ഏട്ടനോട് പറഞ്ഞു വിട്ടത് എന്തോ അവൻ മേടിച്ചുകൊണ്ട് വരാതിരുന്നത് കൊണ്ട് അവൾക്ക് അവനോട് പിണക്കമാണ്. കുറിച്ചേ ഉള്ളു മോളെ. ഇതാ. സുമിത്ര മകളുടെ നേർക്ക് ഒരു പാത്രം നീട്ടി. വീണ അത് മേടിക്കാനായി എഴുന്നേറ്റതും വൈശാഖൻ ഓടിച്ചെന്ന് ആ പാത്രം കൈക്കലാക്കി. എന്നിട്ട് അവൻ കഴിച്ചുകൊണ്ടിരുന്ന പാത്രത്തിലേക്ക് ആ കഞ്ഞി മുഴുവനും ഒഴിച്ചു. അമ്മേ, ലേശം കട്ടത്തൈരൂടി എടുത്തു. ഒരു കാന്താരിമുളകും കൂടി ആയിക്കോട്ടെ. വൈശാഖൻ എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെയാണ്. കപ്പയും കഞ്ഞിയും വരാലുമീൻ കറിയും കട്ടത്തൈരും കാന്താരിമുളകും ഒക്കെ കൂട്ടി ഒരു പിടുത്തം പിടിക്കുകയാണ് വൈശാഖൻ. കണ്ടു നിൽക്കുന്നവരുടെ വായിൽ പോലും കപ്പലോടും. വേണോടി? അവൻ ഉണ്ണിമോളുടെ നേർക്ക് ചോദിച്ചു. അയ്യോ വേണ്ടായേ. ഉമിനീരിറക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. വീണയ്ക്ക് വേണോ? അവൻ സഹോദരിയെ നോക്കി. അവൾ മുഖം വീർപ്പിച്ച് നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഒരേമ്പക്കവും വിട്ട് അവൻ എഴുന്നേറ്റു. അസലായി. വൈശാഖൻ അമ്മയോട് പറഞ്ഞുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് കൈയൊക്കെ കഴുകിയിട്ട് പോയി. വീണമോളെ, വൈശാഖൻ നീട്ടി വിളിച്ചു. എന്താ ഏട്ടാ? ഉണ്ണിമോളാണ് വിളി കേട്ടത്. നിന്നെ അല്ലല്ലോ ഞാൻ വിളിച്ചത്. വീണ ഇങ്ങോട്ട് വിളിക്ക്, വൈശാഖൻ ഇളയ അനുജത്തിയോട് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞതും വീണ വൈശാഖൻ്റെ മുറിയിലേക്ക് കയറി വന്നു. എന്താ ഏട്ടാ വിളിച്ചത്? അവൾ താല്പര്യമില്ലാത്ത മട്ടിൽ ചോദിച്ചു. ഇതാണോ നീ പറഞ്ഞ ലാക്മേ ഐക്കോണിക് കാജൽ? വൈശാഖൻ ഒരു കവറെടുത്തുകൊണ്ട് ചോദിച്ചു. വീണയ്ക്ക് ഉണ്ണിമോക്കും സന്തോഷമായി. ഏട്ടാ, ഇത് തന്നെയാണ്, വീണ ആഹ്ലാദത്തോടെ പറഞ്ഞു. അയ്യടി, ഒരു സന്തോഷം കണ്ടില്ലേ? നിനക്കിത്തിരി കൂടുന്നുണ്ട് കേട്ടോ. വൈശാഖൻ കൃത്രിമമായി ഒരു ഗൗരവം പുറത്തെടുത്തു. താങ്ക്സ് ഏട്ടാ. അവൾ വൈശാഖൻ്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് ഓടിപ്പോയി. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം ഡി, അത് മുഴുവനും ഇന്ന് തന്നെ തീർക്കണം കേട്ടോ, അവൻ വിളിച്ചു പറഞ്ഞു. ബൈക്കിൻ്റെ ഹോൺ കേട്ടതും വൈശാഖൻ വേഗം റോഡിലേക്ക് ചെന്നു. അനൂപും വിഷ്ണുവും. എടാ അളിയ, നീ ഇന്നലെ എപ്പോഴാടാ വന്നത്? അനൂപ് ചോദിച്ചു. കുറച്ചു നേരം വൈകിയിരുന്നു. ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു? വിഷ്ണു, സാധനം കിട്ടിയായിരുന്നോടാ? വൈശാഖൻ കൂട്ടുകാരെ രണ്ടാളെ നോക്കി. ഉണ്ടായിരുന്നു, ഒലക്ക. അപ്പൻ മറ്റേ പണി കാണിച്ചു. ചെത്തുകാരൻ ദാമുവിൻ്റെ മകനാണ് വിഷ്ണു. അവൻ വല്ലപ്പോഴും ഒക്കെ നല്ല ചെത്തുകൾ കൊണ്ടുവന്ന് കൂട്ടുകാർക്ക് കൊടുക്കും. അത് വെച്ചുകൊണ്ട് ചോദിച്ചതാണ് വൈശാഖൻ. ഓ, രക്ഷപ്പെട്ടു, എനിക്ക് യോഗമുണ്ട്. വൈശാഖൻ ചിരിച്ചു. എടാ, എനിക്ക് പേടിയാ. നിന്റെ അച്ഛനെങ്ങാനും അറിഞ്ഞാൽ എൻ്റെ കാര്യം ഗോവിന്ദ. വിഷ്ണു വൈശാഖനോടായി പറഞ്ഞു. എടാ, ഇതിനു മുമ്പും നീ എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് ആരെങ്കിലും അറിഞ്ഞോ? എൻ്റെ അച്ഛൻ നിന്നോട് എത്ര തവണ ഈ കാര്യം ചോദിച്ചു വന്നിട്ടുണ്ടടാ? വൈശാഖൻ പരിഭവപ്പെട്ടു. നോക്കട്ടെ, അച്ഛൻ തരുവാണെങ്കിൽ ഞാൻ റെഡിയാക്കാം. അതും പറഞ്ഞുകൊണ്ട് വിഷ്ണു ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. താമസിയാതെ കൂട്ടുകാർ രണ്ടാളും യാത്ര പറഞ്ഞു പോയി. ആരായിരുന്നു മോനെ അത്? കണ്ടിട്ടെന്തോ വശവശക പോലെ. അമ്മാവൻ വൈശാഖിൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. എൻ്റെ ഫ്രണ്ട്സാണ് അമ്മാവാ. ഇന്നലത്തെ പരീക്ഷ എളുപ്പമായിരുന്നു എന്നറിയാൻ വന്നതാ. ദേ വൈശാഖ, ഒരു കാര്യം ഞാൻ പറയാം. ഇവന്മാരത്ര ശരിയല്ല. ഇല്ലമ്മാവാ, അവർ രണ്ടുപേരും പാവമാണ്. ഞങ്ങൾ ചെറുപ്പം മുതലേ കൂട്ടുകാരായിരുന്നു. ആ, എന്നാൽ കുഴപ്പമില്ല. ഇങ്ങോട്ടാണല്ലോ ആ കാറ് വരുന്നത്. നാരായണൻ റോഡിലേക്ക് വിരൽ ചൂണ്ടി. ആ, വിജി അളിയനുമാണല്ലോ. അമ്മേ, ദേ വിജി വരുന്നുണ്ട്. അവൻ ഉറക്കെ അകത്തേക്ക് നോക്കി. ആഹാ, വിജിമോളെ കൂടി കണ്ടിട്ട് പോകാമല്ലോ എനിക്ക്. നാരായണൻ്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. വിജി ചേച്ചി സുന്ദരിയായിരിക്കുന്നു. കാതിൽ ഒരു വെള്ള മുത്ത് കമ്മലും നെറ്റിയിലൊരു കുഞ്ഞു വട്ടപ്പൊട്ടും കഴുത്തിലൊരു ചെറിയ മാലയും. ഇത്രയുള്ള മേക്കപ്പ്. വിജി ചേച്ചി ആദ്യമായി കാണും പോലെ നോക്കുകയാണ്. എത്ര നാളായി ചേച്ചി വന്നിട്ട്? അനുജത്തിമാർ രണ്ടാൾ മുഖം വീർപ്പിച്ചു. ഗോവേട്ടന് സമയമില്ലാത്തോണ്ടല്ലേ മക്കളെ? വിജി അവരെ രണ്ടാളെയും കെട്ടിപ്പിടിച്ചു. ഓ, അമ്മയ്ക്കെന്തോ വിഷമായിരുന്നു എന്നറിയാമോ? മീൻകറിയാണെങ്കിലേ അമ്മ കരഞ്ഞോണ്ടാ വെച്ചത്. വീണ കളിയാക്കി. നീ പോടി.
പെറ്റമ്മയുടെ വില മനസ്സിലാക്കണമെങ്കിലേ നീ ഒരു അമ്മയാവണം. സുമിത്ര സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ ഇവിടെ നിർത്തിയാൽ അമ്മയാകാൻ പറ്റുമോ? വീണ് ചിരിച്ചു. നിനക്കിത്തിരി കൂടുന്നുണ്ട് കേട്ടോ. ആ തൊടിയിൽ നിന്ന് കുറച്ച് അച്ചിങ്ങ ഒടിച്ചോണ്ട് വാ, ഒരു ഉപ്പേരി കൂടി വെക്കാം, സുമിത്ര വീണയോട് പറഞ്ഞു. അമ്മേ, ഞാൻ വന്നത് ഒരു പ്രത്യേക കാര്യം ഇവിടെ സംസാരിക്കാനാണ്. വിജി അമ്മയോട് സഹോദരന്മാരോടുമായി അടക്കം പറഞ്ഞു. എന്താ മോളെ? എല്ലാവരും ആകാംക്ഷയോടെ വിജയം നോക്കി. അമ്മേ, ലക്ഷ്മി വിലാസം എന്ന് പേരുള്ള ഒരു 2 നില വീട്. അമ്മ ഗോപേട്ടൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ കണ്ടിട്ടില്ലേ? വിജി അമ്മയെ നോക്കി. ഏതാ മോളെ? ആ പടിഞ്ഞാറ് വശത്തുള്ള വീടാണോ? അല്ലമ്മേ, അവിടുന്ന് കുറച്ചുകൂടെ പിറകോട്ട് പോകണം. അവിടെയാണ് ഞാൻ പറഞ്ഞ വീട്. വിജി അവരെ മനസ്സിലാക്കി കൊടുത്തു. ആ വലിയ കാര്യം പറയാ, വെറുതെ സസ്പെൻസ് ഇടാതെ, വീണമോൾ വിജിയോട് കൽപ്പിച്ചു. പറയാടി, അതിനല്ലേ ഞാൻ വന്നത്. വിജി കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അമ്മേ, ആ വീട്ടിൽ 2 പെൺകുട്ടികൾ മാത്രമാണുള്ളത്. മൂത്ത കുട്ടിയെ കെട്ടിച്ചയച്ചു. ചെറുക്കൻ എഞ്ചിനീയറാണ്. രണ്ടാമത്തെ മകൾ ശ്രീലക്ഷ്മി, ലക്ഷ്മി എന്ന് വിളിക്കും. ആ കുട്ടി BCom ഫസ്റ്റ് ഇയർ ആണ്. വിജി വിശദീകരിച്ചു കൊണ്ടിരുന്നപ്പോൾ വൈശാഖൻ അവിടേക്ക് വന്നു. ഓ, എന്താ ഇവിടെ ഒരു ചർച്ച? അവൻ അമ്മ ചിരുകി വെച്ചിരുന്ന കുറച്ച് നാളികേരെടുത്ത് വായിലേക്കിട്ടു. മിണ്ടാതിരിക്കടാ, അവൾ പറയട്ടെ. സുമിത്ര മകൻ്റെ കൈക്കിട്ടടിച്ചു. പറയടി. വിജയെ വൈശാഖനും പിന്താങ്ങി. അമ്മേ, ആ കുട്ടിക്കും 12-ൽ ചൊവ്വയാണ്. ഈ വർഷം തന്നെ കല്യാണം നടത്തണമെന്ന്. നമ്മുടെ വൈശാഖൻ്റെ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി അമ്മ അത് പോയി അവരോടും പറഞ്ഞു. അവർക്കപ്പോൾ ഇവൻ വന്ന് പെണ്ണ് കാണാൻ പറയുവാണ്. നിനക്ക് തലയ്ക്ക് ഭ്രാന്താണോടി? വൈശാഖൻ പെങ്ങളുടെ അടുത്തേക്ക് വന്നു. എടാ, മൂത്ത മകൾക്കേ അവർ 101 പവൻ കൊടുത്താ കെട്ടിച്ചത്. ഈ കുട്ടിക്ക് അതിലും കൊടുക്കും. മിടുക്കി പെണ്ണാ, പ്രായവും കുറവ്. വീണമോളെക്കാട്ടിലും ഇളയതാ. വിജയുടെ വിശദീകരണങ്ങൾ നീണ്ടു. കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ ഇവന് സ്വന്തമായിട്ടൊരു ജോലി ഇല്ലാതെ നമ്മൾ എങ്ങനെയാ മോളെ? സുമിത്ര മകളോട് ചോദിച്ചു. MSc മാത്സ് ആണ് ഇവൻ പാസ്സായത്. ഇപ്പോൾ ബാങ്ക് ടെസ്റ്റും PSC ടെസ്റ്റും എഴുതുന്നു. ഉടനെ തന്നെ ജോലിക്ക് കയറുമെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നല്ല ഒന്നാന്തരം ഒരു വീടും 12 ഏക്കർ നിലവും ഇല്ലേമേ. ഇതൊക്കെ മോശമാണോ? വിജി ന്യായീകരിക്കാൻ തുടങ്ങി. അമ്മേ, ഈ നാളുദോഷം ഉള്ളതുകൊണ്ടാണ് ഇത്രയും നല്ല ബന്ധുവിനെ ആലോചിച്ചത്. അല്ലെങ്കിൽ ഏതെങ്കിലും കൊമ്പത്തെ ചെറുക്കമെന്ന് ആ പെണ്ണിനെ കെട്ടിക്കൊണ്ടുപോയനെ. അവർ നല്ല മനുഷ്യരാണമ്മേ. ഇത് നടന്നാൽ നല്ല ബന്ധമാണ്, വിജി എല്ലാവരോടുമായി പറഞ്ഞു. എൻ്റെ വിജി മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അപ്പോഴവിടെ ഒരു കോപ്പിലൊരു കല്യാണാലോചന. നീ വേഗം എന്തെങ്കിലും കഴിച്ചു പോകാൻ നോക്ക്. ഓലക്ക, എട ചെറുക്ക, ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് മനസ്സിലായി. അമ്മ നിങ്ങളെല്ലാവരും കൂടി ആലോചിക്കുക. ഇവൻ പറയുന്ന പോലെയല്ല, അവളൊരു പാവം കൊച്ച. ഞാൻ എപ്പോഴും കാണുന്നതല്ലേ, ഇവനും മാച്ചാണ്. വിജി എൻ്റെ വായിന്ന് കേൾക്കല്ലേ, നീ പോകാൻ നോക്കടി. അമ്മേ, അമ്മയുടെ അഭിപ്രായം എന്താ? മോളെ, ഞാൻ എന്താ പറയേണ്ടത്? അച്ഛനോട് ആലോചിച്ച് വേണ്ട പോലെ ചെയ്യാം. എന്തായാലും വൈശാഖനൊന്ന് പോയി കാണുന്നതിൽ തെറ്റൊന്നുമില്ലെന്ന് വിജിയുടെ ഭർത്താവ് ഗോപൻ ശേഖരനോട് അഭിപ്രായപ്പെട്ടു. എൻ്റെ ഗോവ, ഇവൻ്റെ വിവാഹം ഇപ്പം നടത്തിയാൽ പിന്നെ ഇളയത് 2 പെൺകുട്ടികളുണ്ട്. തന്നെയുമല്ല സ്വന്തമായിട്ടൊരു ജോലി പോലും ഇവനില്ല. ശേഖരൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അച്ഛ, അതൊക്കെ ശരിയാ. ഇപ്പോൾ ഈ കല്യാണം നടക്കുമെന്ന് പോലും അറിയില്ല. അതൊരു കാര്യം. പിന്നെ ഒരുപക്ഷെ വിവാഹത്തോടു കൂടി നല്ല ജോലി കിട്ടുമായിരിക്കും. ആ കുട്ടിയുടെ അച്ഛനാണെങ്കിലേ എന്നെ 2 പ്രാവശ്യം വിളിക്കുകയും ചെയ്തു. അത് ശരിയാളിയ, അവൻ്റെ ജാതകത്തിലുണ്ട് വിവാഹത്തോടെയാണ് അവൻ്റെ സമയം തെളിയുന്നതെന്ന്. നാരായണനും ഗോപൻ്റെ പക്ഷം ചേർന്നു. എന്തായാലും അവനൊന്ന് പോയി പെണ്ണ് കാണട്ടെ എന്ന് എല്ലാവരും കൂടി അവസാനം തീരുമാനിച്ചു. അങ്ങനെ വിജയും ഭർത്താവും കൂടി ഗ്രഹനിലയും മേടിച്ച് യാത്ര പറഞ്ഞു പോയി. തുടരും.